ഹായ്. ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് CSCT എൻട്രൻസ് എക്സാം എഴുതാൻ പറ്റുക, ഏത് അറ്റംപ്റ്റ് ആണ് എഴുതാൻ നല്ലത്? ഇന്ന് നമ്മൾ അതാണ് സംസാരിക്കുന്നത്. +2 2025 മാർച്ച് എക്സാം അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന CSCT എൻട്രൻസ് എന്ന് പറയുന്നത് നമുക്ക് വരുന്ന മെയ്യിലെ എക്സാം ആണ്. മെയ് 3-ാം തീയതിയാണ് എക്സാം നടക്കുക, 2025 മെയ്. ആ മെയ് അറ്റംപ്റ്റിന് ശേഷം പിന്നീട് ജൂലൈയിൽ അറ്റംപ്റ്റ് നടക്കും, ദെൻ നവംബർ അറ്റംപ്റ്റ്, ദെൻ ജാനുവരിയിൽ അടുത്ത ജാനുവരി, അത് 2026 ജാനുവരി. ഇങ്ങനെയാണ് അറ്റംപ്റ്റിൽ പോവുക. ഇപ്പൊ നമ്മൾക്ക് ഇതിനകത്ത് വർഷത്തിൽ 4 അറ്റംപ്റ്റുകളാണ് CSCT എൻട്രൻസ് എക്സാം നടക്കുക. ഈ അറ്റംപ്റ്റിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. +2 കഴിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് മാർച്ച് 26-ാം തീയതി അതിന്റെ എക്സാംസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകും. അതിനുശേഷം ഏപ്രിൽ 1 മന്ത് ടൈം കിട്ടും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് മെയ് അറ്റംപ്റ്റ് എക്സാം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മെയ് അറ്റംപ്റ്റ് കൊടുക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് പറയുന്നത് ഒരു 10 ഡേയ്സ് അല്ലെങ്കിൽ 15 ഡേയ്സിന്റെ ഉള്ളിലൊക്കെ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് വരും. നമുക്ക് മെയ്യിൽ തന്നെ കോഴ്സ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് ബോത്ത് മൊഡ്യൂൾ എഴുതാൻ എലിജിബിലിറ്റി ഒക്കെ ഉണ്ടാവും. എന്നാൽ പോലും നിങ്ങൾക്ക് ഒന്ന് നന്നായി പ്രിപ്പയർ ചെയ്ത് എഴുതണം എന്നുണ്ടെങ്കിൽ 2025 ഡിസംബർ അറ്റംപ്റ്റിലേക്ക് നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ എക്സാം എഴുതാൻ പറ്റും. ഒരു മൊഡ്യൂൾ എക്സാം എഴുതുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മിനിമം 6 മാസം സമയം സേവ് ചെയ്തു. നിങ്ങൾ ജൂലൈ അറ്റംപ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന നവംബർ അറ്റംപ്റ്റോ ആണ് CSCT ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന ടൈം കുറവായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഒരു 6 മാസത്തെ സമയം എക്സ്ട്രാ വരും. അത് സേവ് ചെയ്യാൻ പറ്റും നിങ്ങൾ മെയ് അറ്റംപ്റ്റ് എക്സാം തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ. ഇനി മെയ്യിലെ അറ്റംപ്റ്റിന് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മളെ സംബന്ധിച്ച് 1 മന്ത് ടൈം മാത്രമേ പ്രിപ്പറേഷൻ ഉണ്ടാവുള്ളൂ. അത് ഇനഫ് ആണോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ശരിക്കും അത് ഇനഫ് ടൈമാണ്. അതായത് CSCTയിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ളത് നമുക്ക് സിലബസ് ഓൾറെഡി ICSE പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസും, അതായത് മോക്ക് ടെസ്റ്റും അടക്കം എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ എക്സാംസ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിപ്പോൾ നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ അത്രയും സമയം എടുത്ത് ചെയ്യേണ്ടെന്ന ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് 200 മാർക്കിൽ 200 മാർക്കും സ്കോർ ചെയ്യേണ്ടുന്ന ആവശ്യവുമില്ല. നമ്മളെ സംബന്ധിച്ച് സേഫ് ആയിട്ടുള്ള, അതായത് പാസ് പെർസെൻറ്റേജ് കിട്ടിയാൽ മതി. 40% എന്നുള്ള അല്ലെങ്കിൽ അഗ്രിഗേറ്റ് 50% എന്നുള്ള ആ ഒരു പാസിംഗ് ക്രൈറ്റീരിയൻ മീറ്റ് ചെയ്താൽ മതി. ഇതിനകത്ത് എത്രയും കൂടുതൽ സ്കോർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. സോ പാസ് ആവുക എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ പാസ് ആവാനുള്ള മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 1 മന്ത് ടൈം ഇനഫ് ആണ്. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന മെയ് അറ്റംപ്റ്റ് നിങ്ങൾ എപ്പോഴും അറ്റംപ്റ്റ് എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ട് മെയ് അറ്റംപ്റ്റിലേക്ക് പറ്റിയില്ല, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെരി നെക്സ്റ്റ് വരുന്ന ജൂലൈ അറ്റംപ്റ്റ് എക്സാം എഴുതുക, എന്നിട്ട് കോഴ്സ് കണ്ടിന്യൂ ചെയ്യുക. പക്ഷെ നവംബർ അറ്റംപ്റ്റിലേക്കൊന്നും നിങ്ങൾ പോകേണ്ടെന്ന ഒരാവശ്യമില്ല. ഏറ്റവും പെട്ടെന്ന് വരുന്ന മെയ് അറ്റംപ്റ്റ് എടുക്കുക, 6 മാസം സേവ് ചെയ്ത് പഠിക്കുക. ഇനി കോഴ്സ് രജിസ്റ്റർ ചെയ്യാൻ, കോഴ്സ് എന്നല്ല എൻട്രൻസ് രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് 3000 രൂപയുടെ ഒരു ചിലവേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചാൻസ് എടുത്ത് അതൊന്ന് ട്രയലെങ്കിലും രജിസ്റ്റർ ചെയ്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം നമുക്ക് കിട്ടിയാൽ 6 മാസം സേവ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഇതിന് എപ്പോഴാണ് രജിസ്റ്റർ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർച്ചിലെ എക്സാം കഴിഞ്ഞിട്ട് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും രജിസ്റ്റർ ചെയ്യാം. ഏപ്രിൽ 15-ാം തീയതിയാണ് അതിന് കട്ട് ഓഫ് ഡേറ്റ് വരുന്നത്. ഇപ്പോൾ മെയ് 3-ാം തീയതി എക്സാം നടക്കുമ്പോൾ ഏപ്രിൽ 15 വരത്തേക്കും അതിന് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള, അതായത് രജിസ്ട്രേഷൻ ഫീസ് ICSIയിൽ അടയ്ക്കാനുള്ള ടൈമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ 3000 രൂപ അല്ലെന്നുണ്ടെങ്കിൽ 2000 രൂപ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടച്ച് എൻട്രൻസ് രജിസ്റ്റർ ചെയ്യാം. ഇപ്പോൾ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ചെയ്യാൻ പറ്റും. അതായത് ഈ ജാനുവരിയിലും നിങ്ങൾക്ക് മെയ് എൻട്രൻസിന് വേണ്ടിയിട്ട് പേയ്മെന്റ് അടച്ച് നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് CS പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ മെയ് അറ്റംപ്റ്റിന് തന്നെ പ്രിപ്പയർ ചെയ്യുക. സൈറ്റിൽ ആവശ്യത്തിലധികം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ, മോക്ക് എക്സാംസ്, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇതെല്ലാം നമ്മൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് വൃത്തിയായിട്ട് അത്യാവശ്യം ഒരു ഫാക്കൽറ്റിയുടെ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. എന്നിട്ട് മെയ് അറ്റംപ്റ്റ് തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക.